പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റൗൾസ് ലോ എന്ന് കണ്ടു. റൗൾസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് ദ പാർഷ്യൽ പേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കോമ്പണന്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് ഹെൻറീസ് ലോ കണ്ടു. ഹെൻറീസ് ലോ പറയുന്നത് the partial vapor pressure of gas in vapor phase is proportional to its mole fraction. രണ്ടിലും നമ്മൾ കാണുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെ. If you compare these two, according to Raoult's law, the vapor pressure of a volatile component in a given solution is proportional to its mole fraction. In the solution of a gas in a liquid, where the liquid is volatile, and we can see that the pressure is proportional to its mole fraction. So ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് there is only the difference in its proportionality constant. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിലുള്ള ഡിഫറൻസ് ആണ് ഇത് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഹെൻറീസ് ലോയിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റും, റൗൾസ് ലോയിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വേപ്പർ പ്രഷറുമാണ്. P01 അല്ലെങ്കിൽ P02 എന്നൊക്കെ നമ്മൾ എഴുതിയത്. അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് റൗൾസ് ലോ become a special case of Henry's law, in which the Henry's constant become equal to the vapor pressure of the pure liquid. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ദ വോളറ്റൈൽ കമ്പോണന്റ് ഓർ ഗ്യാസ് രണ്ടായാലും, റൗൾസ് ലോ ആണെങ്കിൽ വോളറ്റൈൽ കമ്പോണന്റ്, ഹെൻറീസ് ലോ ആണെങ്കിൽ ഗ്യാസ്, രണ്ടായാലും which is proportional to its mole fraction അല്ലേ, which is proportional to its mole fraction. അതായത് only the proportionality constant differs. അതായത് ഹെൻറീസ് കോൺസ്റ്റന്റും വേപ്പർ പ്രഷറുമാണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. That is why we can say Raoult's law become a special case of Henry's law, where if you replace Henry's constant with the vapor pressure, you will get Raoult's law. Or if you replace vapor pressure with the Henry's constant, you will get Henry's law. അപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് സിമിലർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് മാത്രമേ ഇതിൽ നമ്മൾ ഓർക്കാനുള്ളൂ. അടുത്തത് നമ്മൾ പറയുന്നത് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് സോളിഡ്സ്, ദാറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ സോളിഡ് ഇൻ ലിക്വിഡ്. വേപ്പർ പ്രഷർ സൊല്യൂഷൻസ് of solids in liquids, where solids are non-volatile in nature, whereas liquids can evaporate, it is volatile. So that particular solution, that solution containing a solid and liquid, and that particular solution, it can give the vapors of the liquid, so it give the vapor pressure of that liquid. അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ. നമുക്കതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചത്, സലൈൻ വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ചത്, അല്ലെങ്കിൽ യൂറിയ വെള്ളത്തിൽ ലയിപ്പിച്ചത്, ഇങ്ങനത്തെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൾഫർ, കാർബൺ ഡൈ സൾഫൈഡിൽ, അങ്ങനെ വേറെ എക്സാമ്പിൾസ് പറയാം. എപ്പോഴും വാട്ടർ മാത്രമാവണമെന്നില്ല എക്സാമ്പിൾ. ഇനി നമ്മൾ ഇതിന്റെ വേപ്പർ പ്രഷറിലേക്ക് പോകാം. നമ്മളൊരു പ്യുവർ ലിക്വിഡ് ആണ് എടുക്കുന്നതെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് പിക്ചർ വേർ വി ഹാവ് പ്യുവർ ലിക്വിഡ് വിച്ച് ഈസ് ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഒരു ക്ലോസ്ഡ് വെസലായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ലിക്വിഡ്സ് ക്യാൻ വേപ്പറൈസ് അല്ലേ, ലിക്വിഡ്സ് ഇവാപ്പറേറ്റ് ചെയ്യും. അത് ഓപ്പൺ വെസലിലാണ് എങ്കിൽ ആ വേപ്പേഴ്സ് ഡെസിപ്പേറ്റ് ചെയ്ത് പോകും. ദാറ്റ് വിൽ ഗോ ഫ്രം ദ സൊല്യൂഷൻ. Like if you place some water in an open vessel, അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ സാധാരണ തുണിയൊക്കെ അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടില്ലേ, അതൊരു ഓപ്പൺ സിസ്റ്റം ആയതുകൊണ്ടാണ് അത് ഉണങ്ങി കിട്ടുന്നത്. അതല്ല നമ്മൾ ആ ബക്കറ്റിൽ തന്നെ നനച്ച തുണി അതേ ബക്കറ്റിൽ അടച്ചു വെക്കുകയാണെന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് ഡ്രൈ. കാരണം അതൊരു ക്ലോസ്ഡ് സിസ്റ്റമായി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേപ്പേഴ്സും ആ ലിക്വിഡും തമ്മിൽ ഒരു പർട്ടിക്കുലർ ഇക്വിലിബ്രിയത്തിൽ എത്തും. അത് സ്വാഭാവികമാണ്. So whenever you keep a liquid, volatile liquid, in a closed vessel, the liquid molecules go from the surface of that liquid
into its vapor state. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഇവാപറേഷൻ ഉണ്ടാവും. ഏത് ലിക്വിഡ് ആയാലും ഇവാപറേഷൻ ഉണ്ടാവും. റേറ്റ് ഓഫ് ഇവാപറേഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇവാപറേറ്റ് ചെയ്തിട്ട് അതിന് വിട്ടുപോകാൻ കഴിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അറ്റൈൻ ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ വേപ്പേഴ്സ് ആൻഡ് ദ ലിക്വിഡ്. ആ വേപ്പേഴ്സും ലിക്വിഡും തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം. നമ്മളിതിനെ ഡൈനാമിക് ഇക്വിലിബ്രിയം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. If you change the temperature, etc., the equilibrium may change to some other value. Okay. അപ്പോൾ സ്വാഭാവികമായിട്ടും in pure liquid, the entire surface is occupied by the molecules of the liquid particles only. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ലിക്വിഡിന്റെ സർഫസിൽ എന്ന് പറയും. ഇപ്പൊ വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ വെള്ളത്തിന്റെ സർഫസിൽ വെള്ളത്തിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ, ജലതന്മാത്രകൾ മാത്രമേ ഉള്ളൂ. All the surface area is covered with the molecules of water. സോ ഇത്രയും ഏരിയയിൽ നിന്ന് അതിന് ഇവാപറേഷൻ നടത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇറ്റ് ക്യാൻ അവൈൽ ഓൾ ദ സർഫസ് ഏരിയ ടു ഇവാപറേറ്റ്. റൈറ്റ്. Then in the second case, that is a solution with a non-volatile solid, where we dissolved a non-volatile solid into the solution. അങ്ങനെ ഡിസോൾവ് ചെയ്ത കേസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? Moreover, that solid is non-volatile. ഇവാപറേറ്റ് ചെയ്യില്ല. Some of the positions in the surface accommodated with this solid particles. അല്ലേ? അതിന്റെ സർഫസിലുള്ള കുറച്ച് ഏരിയ that depends upon the concentration of solute. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് കുറെ പൊസിഷൻസ് ഇപ്പൊ സൊല്യൂട്ട് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. Now the solute particles occupy some of the positions of that surface. ഇപ്പൊ എന്ത് സംഭവിച്ചു? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ആ പാർട്ടിക്കിൾസ് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഇവാപറേഷൻ നടക്കില്ല, അല്ലാത്ത ഭാഗത്ത് നിന്ന് ഇവാപറേഷൻ നടക്കും. Normally, it can give only little amount of vapors compared to pure liquids. Pure liquidsമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അതിന് പ്യുവർ ലിക്വിഡിന്റെ അത്രയും വേപ്പേഴ്സ് തരാൻ സാധിക്കില്ല. അതിന് കാരണം അത് വേപ്പേഴ്സ് തരേണ്ടുന്ന സ്ഥാനങ്ങളിൽ ഇപ്പോൾ എന്തല്ല, H2O molecules അല്ല, അവിടെ മറ്റ് സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. Thereby the fraction of the surface covered by the solvent molecules get occupied by the molecules of solvent. So its surface area is reduced. Surface area കുറയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും number of particles that can come out from the solution decreases. This decrease the vapor pressure. ഇത് സ്വാഭാവികമായിട്ടും അതിന്റെ വേപ്പർ പ്രഷറിനെ കുറയ്ക്കും. കാരണം കുറച്ച് ഏരിയയിൽ നിന്നല്ലേ ഇപ്പോൾ വേപ്പേഴ്സ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ കുറയാനുള്ള സാധ്യത. And actually this depends on what? This depends on the number of solute particles. If more number of solute particles are there, it can occupy more positions on the surface of that liquid. ആ ലിക്വിഡിന്റെ മുകളിലുള്ള സർഫസിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇതിനെ ഓക്യുപ്പൈ ചെയ്യാൻ കഴിയും, കൂടുതൽ എണ്ണം ഉണ്ട്. So it depends only on the number, not on the nature. ഇവ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മോൾസ് യൂറിയയും ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മോൾസ് ഷുഗറും വെള്ളത്തിൽ ലയിപ്പിക്കുകയാണെന്ന് വെച്ചാൽ it can give the same decrease in the vapor pressure, because that vapor pressure depends on the number of solute particles, not on the nature. Okay, so the decrease in the vapor pressure of the solvent depends on the quantity of the solute, irrespective of the nature. Nature-നെ അല്ല, അതിന്റെ ക്വാണ്ടിറ്റിയെ, നമ്പറിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് റൗൾസ് ഈ സൊല്യൂഷനിലേക്ക് കൂടി ഇത് അപ്ലൈ ചെയ്യുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ ഒരു മാറ്റം വരും. റൗൾട്ട്സ് ലോ, റൗൾട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്. റൗൾട്ട് ഫ്രാങ്കോയിസ് മാർക്ക് റൗൾട്ട്, ഫ്രഞ്ച് സയന്റിസ്റ്റ്. അദ്ദേഹം ഡിഫൈൻ ചെയ്തത് for any solution, whether the solution having two volatile liquids or a solid in a volatile liquid, anyhow this can be applied for any solution. The partial vapor pressure, it is not correct to represent this as simply vapor pressure. It is a partial vapor pressure. കാരണം ഇപ്പൊ രണ്ട് സോൾവെന്റ് ഉണ്ടെങ്കിൽ രണ്ടിനും ഇവാപറേറ്റ് ചെയ്യാം. ഇപ്പൊ രണ്ടും വേറെ വേറെ വേപ്പേഴ്സ് അല്ലേ ഇതില്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ കാരണം. സോ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പണന്റ് ഇൻ ദ സൊല്യൂഷൻ, അതിലുള്ള ഓരോ വോളറ്റൈൽ കമ്പണന്റും, ഈച്ച് വോളറ്റൈൽ കമ്പണന്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. നേരത്തെ പറഞ്ഞു തന്നെ, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം, വലിയ മാറ്റങ്ങളൊന്നുമില്ല.
ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പഠിച്ച റൗൾസ് ലോ പോലെ തന്നെയാണ് എന്നർത്ഥം. വേർ വി ക്യാൻ ഡ്രോ എ ഗ്രാഫ് ടേക്കിംഗ് വേപ്പർ പ്രഷർ along the y-axis and mole fraction along the x-axis. Where the maximum mole fraction is 1, so that particular graph limits to 1 along x-axis. അല്ലേ? അപ്പോൾ മോൾ ഫ്രാക്ഷൻ 0 ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രഷർ ഉണ്ടാവില്ല, ആ കമ്പണന്റ് വെച്ചിട്ടുള്ള പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ ആ വേപ്പർ പ്രഷർ 0 ആയി. പിന്നെ അത് 1 ആയി കഴിഞ്ഞാലോ, മോൾ ഫ്രാക്ഷൻ 1 ആയി കഴിഞ്ഞാലോ, അതിന്റെ അർത്ഥം വൺ ഓഫ് ദ കമ്പണന്റ് അതാണ്. അപ്പൊ അതൊരു വേറൊരു പ്യുവർ സോൾവെന്റ്, മനസ്സിലായില്ലേ? അവിടുത്തെ വേപ്പർ പ്രഷറാണ് അതിന്റെ ആക്ച്വൽ വേപ്പർ പ്രഷർ. ആ പ്യുവർ സബ്സ്റ്റൻസിന്റെ ആക്ച്വൽ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ 1 ആയി വരുമ്പോഴുള്ള വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സൊല്യൂഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ, ഇഫ് യു ടേക്ക് ഡിഫറെന്റ് സൊല്യൂഷൻസ്, യു ക്യാൻ സീ ദാറ്റ് some of the solutions can obey Raoult's law. ചില സൊല്യൂഷൻസിന് റൗൾസ് ലോ അനുസരിക്കാൻ കഴിയും ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻസ്. ഏത് കോൺസെൻട്രേഷൻസിൽ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റി തിയറി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു, ചില ഗ്യാസസ്, റിയൽ ഗ്യാസസ്, ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറയില്ലേ, വിച്ച് ക്യാൻ ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ certain conditions, but they are not considered as ideal gases. They are real gases. അതുപോലെ തന്നെ ഇവിടെയും റൗൾസ് ലോ എല്ലാ കോൺസെൻട്രേഷൻസിലും അനുസരിക്കുന്നവയും അനുസരിക്കാത്തവയും അങ്ങനെയാണ് പറഞ്ഞുള്ളത്. സോ രണ്ട് തരം സൊല്യൂഷൻസ് നിലവിലുണ്ട്, ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്താണ് ഐഡിയൽ, എന്താണ് നോൺ ഐഡിയൽ? സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് ഐഡിയൽ. വെറുതെ അനുസരിച്ചാൽ പോരാ, ഏത് കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാലും അത് അനുസരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് എന്താവുന്നത്, ഐഡിയൽ സൊല്യൂഷൻ ആവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്നത്? അതാണ് നമ്മൾ ഇവിടെ പിക്ചറിൽ കൊടുത്തുള്ളത്. എ മാത്രമാവുമ്പോൾ സ്പീഷീസ് എ, വിച്ച് ഈസ് റെപ്രസെന്റഡ് ഇൻ ദി റെഡ് സർക്കിൾസ്, that is one of the liquid component present in the solution. And species B, these are another type of liquid. If you mix these two, you can mix these two. ഓക്കെ, അപ്പൊ അവിടെ സംഭവിക്കുന്ന കേസ് എന്താണ്? എ മാത്രമാവുമ്പോൾ അതിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എ ഇന്ററാക്ഷൻസ് ആണ്. All the molecular interactions are same. They are taken as AA. In the species B, if you take it as pure with before mixing these two, where we have BB interactions, no other type of interactions are there. So in the vessel A, it is AA interaction, and in the vessel B, it is BB interaction. Whenever you mix these two, what will happen? ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ actually different possibilities are there. Okay, sometimes this interaction, that is AB interaction, that may be same as that of AA and BB. AA interaction പോലെ അല്ലെങ്കിൽ BB interaction പോലെ തന്നെ ഈ AB interaction നിലനിൽക്കാം. അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻസ് ആയിട്ട് പറയുന്നത്. So in ideal solutions, if two components are there, A and B, then AA interaction is equal to BB interaction, which is equal to AB interaction. ഇതിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ഇത്തരം ഇന്ററാക്ഷൻസ് സെയിം ആയി വരുന്നത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. In some other cases, its properties may change, like physical properties, enthalpy of mixing, you can say, enthalpy of mixing. 1 ലിറ്റർ ഒരു എ എന്ന് പറയുന്നതും 1 ലിറ്റർ ബി എന്ന് പറയുന്നതും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും 2 ലിറ്റർ ആവണമെന്നില്ല. ഇറ്റ് മേ നോട്ട് ബി 2 ലിറ്റേഴ്സ് ഓൾവേസ്. അതിന് ചിലപ്പോൾ 2 ലിറ്ററിലും കുറവോ 2 ലിറ്ററിലും കൂടുതലോ 2 ലിറ്ററോ ആകാം. അതാണ് അതിന്റെ പ്രശ്നം. If the interactions are same before and after mixing, it will give the correct 2 liters. There is no change in volume. There will not be any change in volume. That means delta V of mixing.
ഡെൽറ്റ വി ഇസ് ദ ചേഞ്ച് ഇൻ വോളിയം. അത് അവിടെ ഉണ്ടാവില്ല, ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം. റൈറ്റ്. അതിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഐഡിയൽ മിക്സ്ചർ. നോട്ട് ഓൺലി ദ വോളിയം ഓഫ് മിക്സിംഗ്. ഇപ്പൊ അത്തരം സൊല്യൂഷൻസിൽ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവാം. ഇഫ് യു മിക്സ് എ ലിക്വിഡ് സൊല്യൂട്ട് വിത്ത് എ ലിക്വിഡ് സോൾവെന്റ്, ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ ഹീറ്റ് മേ ഇവോൾവ് ഓർ അബ്സോർബ്. ഹീറ്റിന് പുറത്തുവിടാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും ആ സൊല്യൂഷൻ. ദാറ്റ് സൊല്യൂഷൻ മേ അബ്സോർബ് ഓർ ഇവോൾവ് ഹീറ്റ്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്നില്ല എങ്കിൽ we can say the enthalpy of mixing, delta H of mixing is equal to 0. Delta H of mixing is equal to 0. ഇവയാണ് നമ്മൾ സാധാരണ ഐഡിയൽ സൊല്യൂഷൻസ് ആയിട്ട് പറയാറുള്ളത്. ദീസ് ആർ ഐഡിയൽ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ആകെ ഇത്രയും ഓർക്കേണ്ടുള്ളൂ. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻസ്? വിച്ച് ഒബേ റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ഒബേ ചെയ്യുന്നത്? It is because before mixing the liquids or the substances, if the interactions are same before and after mixing, there will not be any change in enthalpy or change in volume. Such solutions are ideal in nature. Example. സാധാരണഗതിയിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല. Because all these molecules are different. All the molecules are different. Okay, so some interaction may exist. ചിലപ്പോ അവയുടെ സൈസുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ഇന്ററാക്ഷൻ നിലനിൽക്കുന്നുണ്ടാവും. നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഒരേപോലത്തെ രണ്ട് സബ്സ്റ്റൻസ് ആണ് എങ്കിൽ ഒരേ ഇന്ററാക്ഷൻ ആവാം. ഇപ്പോൾ ഇഫ് യു മിക്സ് 1 glass of water with 1 glass of another glass of water, interactions will be same. പക്ഷെ അതിന് പകരം നിങ്ങൾ ആൽക്കഹോൾ ആണ് ചേർക്കുന്നതെങ്കിലോ, that alcohol having different interaction, molecules in that alcohol having different interaction, it may not be same. അപ്പോ basically there is no ideal solution. Basically there is no ideal solution, but nearly ideal solutions are there. Nearly ideal solutions are. അതിന് സാധ്യത. ഉദാഹരണത്തിന് N-hexane and N-heptane ഒരു CH2യുടെ ഡിഫറൻസ് ആണ് ഇത് തമ്മിലുള്ളത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നിയർലി ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കിട്ടും ഐഡിയൽ ആയിട്ട്. അല്ലെങ്കിൽ ബ്രോമോ ഈഥൈൻ, ക്ലോറോ ഈഥൈൻ തുടങ്ങിയിട്ടുള്ള ബെൻസീൻ, ടോളിയൻ തുടങ്ങിയുള്ള മിക്സേഴ്സിനെയൊക്കെ നമുക്കൊരു ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന സൊല്യൂഷൻസ് ആണ്. വലിയ വ്യത്യാസം അവയുടെ ഇന്ററാക്ഷൻസിൽ ഇല്ലാത്തതുകൊണ്ട്. റൈറ്റ്. ഇനി നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് പോകും. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞു ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് ഈസ് 0, ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ് ഈസ് 0. ഇറ്റ് ഒബേസ് റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് concentrations, and the interactions are similar to those in the pure components. നോൺ ഐഡിയൽ ആണ് എങ്കിൽ ഇതെല്ലാം ഉൾട്ടാ പറഞ്ഞാൽ മതി. അതെങ്ങനെ? റോൾസ് ലോ അനുസരിക്കില്ല. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് 0 അല്ല, എൻതാൽപ്പി ഓഫ് വോളിയം ഓഫ് മിക്സിംഗ് 0 അല്ല, ഇന്ററാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നേരത്തെ ഐഡിയൽ സൊല്യൂഷൻ എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുമ്പോൾ അത് നോൺ ഐഡിയലായി. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തത് ഐഡിയൽ സൊല്യൂഷന്റെ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് 0യും എൻതാൽപ്പി വോളിയം ഓഫ് മിക്സിംഗ് 0യും ഇന്ററാക്ഷൻ സിമിലറുമാണ് എന്ന് പറയുന്ന അതിന്റെ ഗ്രാഫാണ്, റൗൾസ് ലോന്റെ ഗ്രാഫാണ്. ഇതേ ഗ്രാഫ് തന്നെയാണ് നമ്മൾ നേരത്തെ റൗൾസ് ലോയും കണ്ടുള്ളത്. ദർ ഇസ് നോ ചേഞ്ച്. നോൺ ഐഡിയലിനാണ് നമുക്ക് ഗ്രാഫിന് വ്യത്യാസം. നോൺ ഐഡിയൽ. സോ വെൻ solution does not obey Rolle's law over the entire range of concentration, it is called non-ideal solution. Solution that does not obey Rolle's law. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ചില പ്രശ്നങ്ങൾ വരും. ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ്, ഡെൽറ്റ വി ഓഫ് മിക്സിംഗ്, ഇത് ഏത് തരം ചേഞ്ചിനാണ് വിധേയമാവുക?
whether it is increasing or decreasing. 1 liter plus 1 liter 2.1 liter ആണോ 1.9 ലിറ്റർ ആണോ? ഒരു വാല്യൂ പറഞ്ഞു നേടും. കൂടുകയാണോ കുറയുകയാണോ? അതാണ് ചോദ്യം. So normally two types of deviations are there. Two types of deviations are there. The positive deviation and negative deviation. So positive deviation from ideal behavior, negative deviation from ideal behavior. ഇവിടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ we can say ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പോലെ നമ്മൾ കാണുന്നത് ഒരു ഇതൊക്കെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. കാരണം ഈ ഇന്ററാക്ഷന്റെ പ്രത്യേകത. Let us see what is the type of interaction in positive deviation. പോസിറ്റീവ് ഡീവിയേഷനിൽ എന്താണ് ഇന്ററാക്ഷൻ? പോസിറ്റീവ് ഡീവിയേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ വേപ്പർ പ്രഷർ പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. വേപ്പർ പ്രഷർ പോസിറ്റീവ് ആവുക. ഐ ക്യാൻ ഗീവ് മോർ വേപ്പേഴ്സ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നടന്നുണ്ടാവുക? കൂടുതൽ വേപ്പേഴ്സ് തരണമെങ്കിൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കണം. അങ്ങനെ വീക്ക് ആവുമ്പോഴേ കൂടുതൽ വേപ്പേഴ്സ് തരൂ. ദാറ്റ് മീൻസ് എ ബി ഇന്ററാക്ഷൻ ഈസ് വീക്കർ. എ ബി ഇന്ററാക്ഷൻ ഈസ് weaker than AA or BB. Pure liquids in the interaction ekkalum korvayirikkum ee solution the interaction ennu parayunnathu. Adana nammal ivide soochipichadu. So the intermolecular attractive forces between solute solvent are weaker than solute or solvent interaction. അവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എത്തനോൾ അസിറ്റോൺ മിക്സ്ചർ പറയാം. ഹിയർ വി ഹാവ് ദ ഫോർമുലാസ് എത്തനോൾ ആൻഡ് അസിറ്റോൺ. ഇൻ ethanol hydrogen bonding is there. In acetone, like dipolar interactions are there. But when you mix these two, ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? When you mix these two, on adding acetone to ethanol, the molecules get, these acetone molecules get in between the ethanol molecules. It breaks down the hydrogen bonds. The hydrogen bonding in the acetone molecules carry in the Balamite. Hydrogen bondകൾ ഇല്ലാതെയാവുകയും ethanol moleculeകളുടെ interaction കുറയുകയും ചെയ്യും. It decreases the interaction between ethanol molecules or among the ethanol molecules. Hence, the AB interaction become weaker than AA or BB interaction. അങ്ങനെ weak ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? These molecules can easily goes into the vapor phase. Vapor phase like simple ആയിട്ട് അതിനെ പ്രവേശിക്കാൻ സാധിക്കും. It gives more vapors. More vapors means more vapor pressure. More vapor pressure is the positive deviation. Here we can see that in this graph. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നത് എന്താണ്? അതാണ് ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷന്റെ റൗൾസ് ലോ വെച്ചുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. റൗണ്ട് ആയിട്ട് കർവായിട്ട് വരച്ചിരിക്കുന്നത് it is the real graph. It is because this shows positive deviation, having higher vapor pressure at every point. ഓരോ പോയിന്റിലും അതിന്റെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഓരോ പോയിന്റിലും മനസ്സിലായില്ലേ? അത് ഒരു പോയിന്റിൽ പോലും അത് എന്താവില്ല, അത് ഐഡിയൽ ആയിട്ട് കാണിക്കുന്നില്ല എന്നർത്ഥം. റൈറ്റ്. വി ഹാവ് സം അതർ എക്സാമ്പിൾസ് ആൾസോ. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് വീണ്ടും പറയാവുന്നതേ ഉള്ളൂ. എന്താണ്? അസിറ്റോൺ ക്ലോറോഫോം. ഇത് വേറൊരു ഇന്ററാക്ഷൻ ആയിട്ട് കാണിക്കാം. അസിറ്റോൺ ക്ലോറോഫോം വേറൊരു ഇന്ററാക്ഷൻ ആയിട്ട് കാണിക്കാം. എന്താ ആ അസിറ്റോൺ ക്ലോറോഫോം ഇന്ററാക്ഷന്റെ പ്രത്യേകത? അവിടെ അസിറ്റോണും ക്ലോറോഫോമും തമ്മിൽ ഇതാ ഇവിടെ നമ്മൾ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് നിലവിൽ വരികയാണ് ചെയ്യുക. ബിറ്റ്വീൻ അസിറ്റോൺ അല്ല, ബിറ്റ്വീൻ ക്ലോറോഫോമും അല്ല. In between acetone and chloroform, it can show a new type of hydrogen bonding, a new type bonding. So in this case, you can see the AB interaction is stronger. AB interaction is stronger than AA and BB. Or reversibly, vice versa. I mean, like AA and BB interactions are weaker. Anganeyum parayam. So anyhow, in this case, AB interaction is stronger than AA and BB. Now, in example, we have chloroform acetone.
അല്ലെങ്കിൽ ഫിനോൾ അനിലിൻ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാവുന്നത് ഈ തരം ഇതിലാണ്, എക്സാമ്പിൾസ് ഇല്ല. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് ഇവയ്ക്ക് ഈ സൊല്യൂഷനിൽ നിന്ന് ഇവോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. സോ ഇറ്റ് ഗീവ്സ് ഓൺലി ലിറ്റിൽ എമൗണ്ട് ഓഫ് വേപ്പേഴ്സ് ദാൻ ദ പ്യുവർ സബ്സ്റ്റൻസസ്. പ്യുവർ സബ്സ്റ്റൻസസിനേക്കാളും കുറഞ്ഞ എമൗണ്ട് വേപ്പേഴ്സ് ഇത് തരും. അതുകൊണ്ട് തന്നെ അവയുടെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഇറ്റ് ഗീവ്സ് ലെസ് വേപ്പർ പ്രഷർ. അതുകൊണ്ട് തന്നെ ഇതിന് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ അത് കാണാൻ കഴിയും. ആക്ച്വൽ വേണ്ടത് ഐഡിയൽ ആണെങ്കിൽ ആ ഡോട്ടഡ് ലൈൻസ് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഓരോ പോയിന്റിലും വേപ്പർ പ്രഷർ കുറവായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് സ്ട്രോങ് ഇന്ററാക്ഷൻ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ഇന്ററാക്ഷൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ രണ്ട് തരം ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. എന്തിൽ നിന്നുള്ള ഡീവിയേഷനാണ്? റൗൾസ് ലോയിൽ നിന്നുള്ള ഡീവിയേഷനാണ്. അപ്പൊ അതും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു, അത് ഓർത്തിരിക്കുക. ഇനി വേറെ ഒരു ടൈപ്പ് ഉണ്ട്. ദേ ആർ നോൺ ആസ് ആസിയോട്രോപ്സ്. എന്താണ് ആസിയോട്രോപ്സ്? ആസിയോട്രോപ്സ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ്. എന്താണ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? In the case of a binary solution, binary mixture, that having the same composition in the liquid and vapor phases. ലിക്വിഡിലായാലും അതായത് ആ സൊല്യൂഷനിലായാലും അത് ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ ഫേസിൽ എത്തിയാലും ഒരേ കോമ്പോസിഷൻ. ലിക്വിഡിലും ആ കോമ്പോസിഷൻ തന്നെയാണ്, വേപ്പറിലും ആ കോമ്പോസിഷൻ തന്നെയാണ്. ആൻഡ് they boil at a constant temperature. They boil at a constant temperature. Such type of mixtures are known as azeotropic mixtures. They are constant boiling mixtures. അപ്പൊ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾ ആൽക്കഹോൾ ഇവോപ്പറേറ്റ് ചെയ്യുന്ന, ഡിസ്റ്റിൽ ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്കറിയാം ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് വാട്ടറിനേക്കാളും കുറവാണ്. സോ നോർമലി ആൽക്കഹോൾ വിൽ കം ഔട്ട് ഫസ്റ്റ്, then water. But whenever the composition become 95:5, 95% by volume of ethanol, 95% ethanol volume എത്തി കഴിഞ്ഞാൽ you cannot separate this. കാരണം 95:5 എന്നുള്ള പ്രൊപ്പോർഷനിൽ എത്തനോൾ വാട്ടർ മിക്സ്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റന്റ് ബോയിലിംഗ് ആയിട്ടാണ് നിൽക്കുക. That boil at a constant temperature. You cannot separate water from alcohol after this composition. So you cannot use a fractional distillation. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം മിക്സേഴ്സിനെയാണ് നമ്മൾ അസിയോട്രോപിക് മിക്സേഴ്സ് എന്ന് പറയും. അസിയോട്രോപിക് മിക്സേഴ്സ് എന്ന് പറയും. Okay, so once this composition, this azeotropic composition has been achieved, the liquid and vapor having same composition and no further separation occurs. ഇതാണ് നമ്മൾ ആസിയോട്രോപ്പിൽ പഠിച്ചത്. അപ്പൊ നമുക്ക് വേറെ വല്ല മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും അവിടെ സെപ്പറേഷന് വേണ്ടി. ഈ ആസിയോട്രോപ്സിന് രണ്ട് തരമുണ്ട്. മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്സും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്സും. There are two types of azeotrops, minimum boiling and maximum boiling. എന്താണ് മിനിമം ബോയിലിംഗ് നോക്കാം. മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്യല് സൊല്യൂഷൻസ് വിച്ച് ഷോ എ ലാർജ് പോസിറ്റീവ് ലാർജ് അതാണ് മിനിമത്തിൽ വരുന്നത്. ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ഫോം മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്സ്. ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ പോസിറ്റീവ് മിനിമം എന്ന് ഓർത്താൽ മതി. ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ ഒരു എക്സാമ്പിൾ ആണ്. ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ ഇതൊരു പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. മനസ്സിലായില്ലേ? ഓൺ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഗീവ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് അപ്രോക്സിമേറ്റ്ലി 95% വോളിയം ഓഫ് എത്തനോൾ ദാറ്റ് ബിക്കം അസിയോട്രോപിക് മിക്സ്ചർ. അപ്പോൾ ഇത്തരം സൊല്യൂഷൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ 95:5 എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100ലും താഴെ ആയിരിക്കും പിന്നെ കാണാൻ. ഈ 100ലും താഴെ വാട്ടറും ആൽക്കഹോളും ഒരേ സമയം പുറത്തു വരുന്ന പ്രതിഭാസം കാണാം. ശരിക്കും ആ വാട്ടർ ബോയിൽ ചെയ്ത് തുടങ്ങേണ്ടത് 100ലാണ്, പക്ഷെ ഇത് 100ന്റെ താഴെ തന്നെ ബോയിൽ ചെയ്യും. ബിക്കോസ് നൗ ഇറ്റ് ഈസ് ആൻ ആസിയോട്രോപിക് മിക്സ്ചർ ആൻഡ് മോറോവർ ഇറ്റ് ഈസ് മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ്. മനസ്സിലായി? അതൊരു മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ആയിട്ടാണ് അത് ഫങ്ഷൻ ചെയ്യുക. ഇനി ഇതിൽ തന്നെ മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ഉണ്ട്. അതെന്താ? സൊല്യൂഷൻ വിച്ച് ഷോസ് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇവിടെ നെഗറ്റീവ് ആണ്. എന്തിന്? മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പിന്. എക്സാമ്പിൾ നൈട്രിക് ആസിഡ് വാട്ടർ മിക്സ്ചർ.
in the composition of 68% nitric acid and 32% by mass of water. It can boil at 393.5 Kelvin. 393.5 Kelvin. See here, it is above the boiling point of nitric acid. Water 100 ആണ്, അതായത് 373. അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ്. ഇത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്സ് എന്ന് പറയുക.